വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടൻ നടക്കും. അതിന്റെ ഭാഗമാകാൻ വേണ്ടി രാഹുൽ ഗാന്ധി ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധി കൂടി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിലപാടൊക്കെ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ അവസാന പടിയിറങ്ങുന്നതിന് മുൻപ് എഴുതിയ കുറിപ്പിൽ പോലും കോൺഗ്രസിനെ ഒരു യാത്ര പറയാൻ പോലും വന്നില്ല എന്ന വൈകാരികമായ വരികൾ കൂടി MK സ്റ്റാലിൻ എഴുതിയിരുന്നു. രാഹുൽ ഗാന്ധി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. രാഹുൽ ഗാന്ധി കൂടി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 118 എന്ന ആ കേവല ഭൂരിപക്ഷ സഖ്യത്തിലേക്ക് TVKക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ആണ് സഹായിച്ചത്. കോൺഗ്രസ് 5 MLA-മാരുടെ പൂർണ്ണമായും പിന്തുണ നൽകുകയാണ്. അതായത് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി വിജയുടെ തമിഴക വെട്രി കഴകം തന്നെയാണ്. പക്ഷേ സർക്കാർ രൂപീകരിക്കാനുള്ള കണക്കുകൾ നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ആണ് സഹായിച്ചത്. പക്ഷെ ആ കോൺഗ്രസ് സഹായിച്ചതിൽ ഒന്ന് പറയാതെ പോലും, അതായത് നന്ദി പറയാൻ പോലും കോൺഗ്രസ് MLA-മാർ വന്നില്ല എന്ന വൈകാരിക കുറിപ്പൊക്കെ MK സ്റ്റാലിൻ ഇന്നലെയാണ് പങ്കുവച്ചത്. സഖ്യത്തിലൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച ശേഷം കോൺഗ്രസ് MLA-മാർ നന്ദി പറയാൻ പോലും വന്നില്ല എന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. അതേസമയം ലീഗിനെ പ്രശംസിക്കുകയും MK സ്റ്റാലിൻ ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ വരാൻ പോവുകയാണ്. വിജയുടെ വണ്ടി, വിജയുടെ വാഹനം, ആ വാഹന വ്യൂഹം അവിടേക്ക് എത്തുകയാണ് എന്ന് തോന്നുന്നു. സിനിമാ താരങ്ങളെയും വിജയുടെ സുഹൃത്തുക്കളായ സിനിമാ താരങ്ങളെയും ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമായി പലരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തൃഷയെ നമ്മൾ നേരത്തെ കണ്ടു. തൃഷ മാത്രമായിരിക്കില്ല, വിജയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ജീവയടക്കമുള്ള, ജീവയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അതുകൊണ്ട് പങ്കെടുക്കുമോ എന്നറിയില്ല. പക്ഷേ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഈ ചടങ്ങിൽ ഭാഗമാകുമെന്ന് വേണം കരുതാൻ. 120 MLA-മാരുടെ പിന്തുണയോടുകൂടി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്.